സംഗീത ലോകത്ത് മാസ്മരികത സൃഷ്ടിച്ച ഇളയരാജയുടെ പാട്ടുകൾ ഓർക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ചെയ്തു വെച്ച പാട്ടുകളെല്ലാം ഒന്നിനൊന്ന് മികച്ചതാക്കാനുള്ള ഇളയരാജയുടെ കഴിവ് പ്രശംസിക്കേണ്ടത് തന്നെയാണ്. ഒരു ഇളയരാജ ഗാനം പോലും കേൾക്കാത്ത ഒരു തമിഴ് ഗ്രാമവും ഇന്നില്ല. തമിഴ് മക്കൾ ഒന്നാകെ ഏറ്റുവാങ്ങിയതാണ് ഇളയരാജയുടെ ഈണങ്ങൾ. 4 ദേശീയ അവാർഡുകളും പത്മ പുരസ്കാരങ്ങളും എണ്ണമറ്റ മറ്റ് അംഗീകാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ജനപ്രിയനാണെങ്കിലും എന്നും വിവാദങ്ങളിലൂടെയായിരുന്നു ഇളയരാജയുടെ ജീവിതം. എന്നാൽ ഇളയരാജ സംഗീതം ചെയ്ത പാട്ടുകൾ അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതല്ലെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ വിലയിരുത്തലാണ് നിലവിൽ ചർച്ചാ വിഷയമാകുന്നത്. എന്താണ് ഇളയരാജയുടെ സംഗീതത്തിൽ കോടതി ചൂണ്ടിക്കാട്ടുന്ന വിവാദപരമായ നിബന്ധനകൾ? പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ഇളയരാജയ്ക്കെതിരെ വിവാദങ്ങളുടെ അമ്പുകൾ തന്നെയാണ് വർഷിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് കോടതിയുടെ ഈ പരാമർശം തന്നെയാണ്. ഇളയരാജ എല്ലാവർക്കും മുകളിലാണെന്ന് കരുതേണ്ട എന്നാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത്. എക്കോ എന്ന റെക്കോർഡിംഗ് കമ്പനിയും ഇളയരാജയുമുള്ള കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് മദ്രാസ് ഹൈക്കോടതി ഈ വിലയിരുത്തൽ നടത്തിയത്. ഇളയരാജ സംഗീത സംവിധാനം ചെയ്ത 4500 പാട്ടുകളുടെ പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട കേസിൽ എക്കോ കമ്പനി അപ്പീൽ നൽകിയിരുന്നു. ആ പാട്ടുകളുടെ പകർപ്പവകാശം സിനിമാ നിർമ്മാതാക്കളിൽ നിന്നും എക്കോ കമ്പനി വാങ്ങിയെടുത്തതാണ്. കോപ്പിറൈറ്റ് ആക്ട് സെക്ഷൻ 17 അനുസരിച്ച് ഒരു പാട്ട് നിർമ്മാതാവിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പാട്ടിന്റെ ഉടമസ്ഥാവകാശം നിർമ്മാതാവിന് തന്നെയായിരിക്കുമെന്ന് എക്കോ കമ്പനിയുടെ അഭിഭാഷകൻ സീനിയർ കൗൺസിൽ വിജയ് നാരായണൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. പാട്ടിന്റെ നോട്ടുകളുടെ ഉടമസ്ഥാവകാശം സംഗീത സംവിധായകനായിരിക്കും. എന്നാൽ വരികളുടെയും പാട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ശബ്ദങ്ങളുടെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെയും ഉടമസ്ഥാവകാശം നിർമ്മാതാവിനായിരിക്കുമെന്നും കോടതി വിലയിരുത്തി. ഇളയരാജ സംഗീതം ചെയ്ത പാട്ടുകളിൽ വരികളും ഉൾപ്പെടുന്നുണ്ട്. വരികളില്ലാതെ ആ പാട്ട് പാട്ടാകുന്നില്ലെന്നും കോടതി വിലയിരുത്തി. ഈണത്തിൽ അവകാശപ്പെടാമെങ്കിലും പാട്ടിന്റെ മുഴുവൻ ഉടമസ്ഥതയും സംഗീത സംവിധായകന് അവകാശപ്പെടാൻ കഴിയില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു. സംഗീതത്തിൽ ഇളയരാജ എല്ലാവരിലും മുകളിലാണെന്ന് കരുതേണ്ടതില്ലെന്ന് നേരത്തെ ഈ കേസ് പരിഗണിച്ച കോടതി വിലയിരുത്തിയിരുന്നു. ഈ കോടതി പരാമർശവുമായി ബന്ധപ്പെടുത്തി സംഗീതത്തിൽ മായാജാലം തീർത്ത ഇളയരാജയുടെ ജീവിതം പരിശോധിച്ചാൽ അറിയാം എത്രത്തോളം കലുഷിതമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന്. 1943 ജൂൺ 2 തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ പന്നൈപുരം ഗ്രാമത്തിൽ രാമസ്വാമിയുടെയും ചിന്നത്തായുടെയും മകനായിട്ടാണ് ഇളയരാജ ജനിക്കുന്നത്. ചെറുപ്പം മുതലേ പാട്ടിനെ സ്നേഹിച്ച രാസയ്യയെ സംഗീത ഗുരു ധനരാജ് മാസ്റ്റർ രാജയ്യ എന്ന് വിളിച്ചു. സഹോദരൻ വരദരാജന്റെ സംഗീത ട്രൂപ്പിൽ വർഷങ്ങളോളം തുടർന്ന രാജ പിന്നീട് ഇളയരാജയായി. ഗ്രാമജ്യോത്സ്യന്മാരായിരുന്ന പഴനിസ്വാമി, സന്താനം എന്നിവർ ഇവൻ 8ാം ക്ലാസ്സിനപ്പുറം പഠിക്കില്ല എന്ന് പ്രവചിച്ചിരുന്നു. പഠിച്ച് താൻ ഉന്നത നിലയിൽ എത്തുമെന്നായിരുന്നു ജ്യോത്സ്യന്മാർക്കുള്ള അദ്ദേഹത്തിന്റെ മറുപടി തന്നെ. സംഗീത ലോകത്തിലേക്ക് കൈപിടിച്ചു നടത്തിയതും സഹോദരനായ വരദരാജൻ തന്നെ. തമിഴ് സിനിമാ ചരിത്രത്തിലെ ക്ലാസിക്കുകളിൽ പ്രധാനമായും രാജയുടെ ഗാനങ്ങൾ തന്നെയായിരുന്നു മികച്ചത്. മച്ചാനെ പാർത്തിങ്കള എന്ന ഗാനം സിനിമാ ലോകത്തിലേക്കുള്ള രാജയുടെ വരവറിയിച്ചു. പിന്നീട് അങ്ങോട്ട് സൂപ്പർ ഹിറ്റുകളുടെ പെരുമഴ തന്നെയായിരുന്നു. 13 ദിവസം കൊണ്ടൊരുക്കി ലണ്ടനിൽ അവതരിപ്പിച്ച സിംഹണി ലോക റെക്കോർഡായിരുന്നു. ദളപതി പാട്ടിൽ BBC നൽകിയ അംഗീകാരവും ആഗോളതലത്തിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തി ഉയർത്തി. തന്റെ സംഗീത ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഉയർച്ച താഴ്ചകളിൽ പതറാതെ സംഗീത ലോകത്ത് വെല്ലുവിളിക്കാൻ പകരക്കാരനില്ലാത്ത ഇളയരാജയുടെ ജീവിതം സംഗീതത്തിലെ തിരമാല പോലെ ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.